ഹായ് ഓൾ, വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ എണ്ണ ചൂടാക്കി കടുകിടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ 2 സവാളയും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് വശക്കിയെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ഒരൽപ്പവും, 1/2 സ്പൂൺ മുളക് പൊടിയും, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് വശക്കിയെടുക്കുക. ഇതിനിടയിൽ നമുക്ക് ബ്രെഡ് റെഡിയാക്കാം കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലെടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ഒരു അറ്റം എടുത്ത് മാറ്റിയിട്ട് റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇവിടെ അങ്ങനെ ഒരു 6 പീസ് ബ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ വശക്കി വെച്ചിരിക്കുന്നതിൽ ഒരല്പം മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഒരു 3 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എരിഞ്ഞെടുക്കണം. പിന്നെ 2 മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് വെക്കേണ്ടതുമാണ്. ഇനി നേരത്തെ നമ്മൾ ബ്രെഡിൻ്റെ കുറച്ച് എഡ്ജസ് മാറ്റി വെച്ചില്ല, അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ റൗണ്ട് ഷേപ്പിലാക്കിയിരിക്കുന്ന ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വെജീസ് വെച്ച് കൊടുക്കാം. കുറച്ച് എഗ്ഗിൻ്റെ പീസസും കൂടെ വെച്ചിട്ട് മറ്റൊരു ബ്രെഡിൻ്റെ കഷ്ണം എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ എഡ്ജസ് നമ്മൾ പൊടിച്ച് വെച്ചല്ലോ, അതിലും ഒന്ന് മുക്കിയെടുക്കുക. അതായത് നമ്മൾ ഏകദേശം കട്ട്ലറ്റുകളൊക്കെ ചെയ്യുന്ന പോലെ അത് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ആ പൊടിച്ച് വെച്ചിരിക്കുന്നതിലൂടെ മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയുക. കാരണം ഇത് സൂപ്പർ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വിശന്ന് തളർന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് 4 മണിക്ക് നല്ല ഹെവി ആയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും. പക്ഷെ എന്താ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കുക. അതാകുമ്പോൾ കുറേ വെജിറ്റബിൾസും മുട്ടയൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും. പക്ഷെ അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റും ഇഷ്ടപ്പെടും. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. കാണാൻ ഒരു ബ്രെഡും മുട്ടയും ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.